My beautiful, welcome back to my channel. Let's have a conversation with the divine or യൂണിവേഴ്സ് ഓർ ഏത് ശക്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഈ വീഡിയോ. ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്, ആരോ ഡോറിൽ വന്ന് മുട്ടുന്നുണ്ട്. ബട്ട് whatever, whoever, I'm in a conversation with the divine. So this is my priority. I'm sorry, ആരാണ് വന്നതെങ്കിലും I'm continuing with this reading. So guys, this is a conversation with the divine, okay? So നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ്, ഡിവൈൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഇതൊരു കോൺവെർസേഷനാണ്. സോ അവിടെ ഒരാൾ മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? സോ ഡിവൈൻ നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്, നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം. മേ ബി ഇറ്റ്സ് ലൈക്ക് ഒരു സെൽഫ് ടോക്ക് പോലെ ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സൈൻ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, ഓക്കെ, ഓർ സിങ്ക്രണിസിറ്റി, എവിടേക്കാണോ നിങ്ങൾക്ക് ഈ ഒരു കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് അഗെയിൻ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, ചോദിക്കുക. ചില കാര്യങ്ങൾ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്ത് വരണം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾ ചോദിക്കുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. എവിടെന്നെങ്കിലും നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആരെങ്കിലും വഴി നിങ്ങൾക്ക് കിട്ടും. അത് മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയില്ല, നിങ്ങൾ ലൈഫിൽ സ്റ്റക്ക് ആയിരിക്കാം, അവർ നിങ്ങൾക്ക് ചില കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയണം. നിങ്ങൾ സ്വയം ചോദിക്കുക, അല്ലെങ്കിൽ ആസ്ക് ദ യൂണിവേഴ്സ്. ഓക്കെ, 2 of Cups, come on guys. സി, ഞാൻ പറഞ്ഞു ഇതൊരു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ആണ്. ഓക്കെ, സി എക്സാക്ട്ലി ഈ പിക്ചർ അങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലേ? ലൈക്ക് എ കോൺവെർസേഷൻ, റൈറ്റ്? സി രണ്ടാളുകൾ മുഖാമുഖം വന്നിരിക്കുകയാണ്. രണ്ടാളുകൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്, ഓഫർ ചെയ്യാണ്. ഓക്കെ, ഈവൻ ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷനും കൂടി ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ചില ആളുകളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ മുഖാമുഖം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സംസാരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവണം. രണ്ടാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, രണ്ടാൾക്കും ഓഫർ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റൈറ്റ്? മേ ബി ചില പ്ലേസിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ലൈക്ക് ഈ ഒരു കോൺവെർസേഷൻ, ഇത് ഇപ്പോൾ നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ആരോടോ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളുടെ ഈഗോ മാറ്റിവെക്കുക, അവിടെ നിങ്ങളുടെ ഡൗട്ട്സോ ഫിയറോ ആങ്സൈറ്റി ഓവർ തിങ്കിങ് അതൊക്കെ മാറ്റിവെച്ച് ചില ആളുകളുമായിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ചില ആളുകളിൽ നിങ്ങൾ വളരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. രണ്ടുപേരും കാര്യങ്ങൾ എടുക്കുന്നത് വേറെ വേറെ രീതിയിലായിരിക്കാം. രണ്ടുപേർക്കും ഓഫർ ചെയ്യാനുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ പരസ്പരം ഏതൊരു വ്യക്തിയായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇത് ചില ആളുകൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ ആണ് വിത്ത് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പവറിലാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരിക്കണം, വേറെന്തോ ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് സെർവ് ആവുന്നത്, ബട്ട് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെയായിരിക്കാം സെർവ് ചെയ്യുന്നത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഓർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് വരാത്തത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ എന്താണോ ഈ സമയത്ത് ലൈഫ് ഓഫർ ചെയ്യുന്നത് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി അതിലൂടെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ചില ആളുകൾക്ക് ഇത് നിങ്ങൾ ചില ആളുകളുമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. ഓക്കെ, സ്നേഹം കൊണ്ട് സംസാരിക്കുന്നുണ്ട്, ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, നിങ്ങളിത് പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. മേ ബി ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ചില ആളുകളുമായിട്ട് ഉള്ളൊരു ഹെൽത്തി കോൺവെർസേഷൻ ആയിരിക്കാം. ഓക്കെ, സോ അവർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് അവരും കേൾക്കാൻ വില്ലിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് രണ്ടുപേരും ഒരേ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, രണ്ടുപേരും ഒരേ പേജിലേക്ക് വരുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓൾറൈറ്റ്, സോ അവിടെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ, ഹെൽത്തി ആയിട്ടുള്ള ക്ലാരിറ്റി ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ,
ബട്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങൾ സമാധാനമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഐ ഫീൽ ലൈക്ക് ഇത് എനിക്കും കൂടെ ഉള്ളൊരു മെസ്സേജ് ആണ് തോന്നുന്നു. ഓക്കെ, ബിക്കോസ് ഞാനും ഈ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാണ് അല്ലേ. ഇറ്റ്സ് ലൈക്ക് നമ്മളെല്ലാവരും ഒരു പവറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, റൈറ്റ്? സോ ഈ ഒരു 2 സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ എവിടേക്കാണോ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ബിക്കോസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് നമുക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കോൺവെർസേഷൻ? എന്താണ് നമുക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ഫ്രം ദ ഡിവൈൻ? സോ ഈ സമയം നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, ചില കാര്യങ്ങൾ ചോദിക്കണം. ഓക്കെ, ഈവൻ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പവർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് സ്വയം ചോദിക്കുക. ഓക്കെ, സോ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ പെർമിഷൻസ് കൊടുക്കുക. സോ എവിടേക്കാണ് നിങ്ങൾ ഇതുപോലെ ആക്ഷൻ എടുക്കേണ്ടത് അവിടേക്ക് നിങ്ങളിത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷന് നിങ്ങളുടെ ആക്ഷനാണ് ട്വിസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സംഭവിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ ആക്ഷനിലൂടെയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ടേബിളിൽ അത് വരുന്ന സമയത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഡിസേർട്ട് നിങ്ങൾ ഓർഡർ ചെയ്തു, അത് നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുവരുന്നത് അത് വ്യത്യസ്തമായിട്ട് ഡെക്കറൊക്കെ ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ തുറന്ന് നോക്കുന്ന സമയത്തായിരിക്കാം ഓക്കെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അതിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് കണ്ടുപാടെ ഇല്ല ഞാൻ ഇങ്ങനത്തെ കാര്യമല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തത്, അങ്ങനെ പറയരുത്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഓഫർ ചെയ്യുന്നത് മേ ബി അതിനുള്ളിലായിരിക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ അൺലീഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്, ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്, ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് അല്ല. ഓക്കെ, നിങ്ങളുടെ ആക്ഷനാണ് അവിടെ ആവശ്യം. അവിടെ നിങ്ങൾ സൈലൻസ് അല്ല നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, കോൺവെർസേഷൻ വേണം, നിങ്ങളുടെ ആക്ഷൻ വേണം. എന്തൊക്കെയാണോ നിങ്ങളത് റിലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളത് കണക്ട് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ ആക്ഷനാണോ നിങ്ങൾ എടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആരും ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓപ്പോസിറ്റ് സീറ്റ് എംപ്റ്റി ആണ്, ബട്ട് നിങ്ങൾ എന്തൊരു കാര്യം അവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്? നിങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാനോ ഓർ പ്രൊവൈഡ് ചെയ്യാനോ, റൈറ്റ്? സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ആരും മിസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ചില ആളുകൾക്ക് അറിയാം നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രിപ്പയർ ചെയ്തിട്ട് ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓർ ചില ആളുകൾ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു കൺഫർമേഷൻ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ എടുക്കുക. ബിക്കോസ് കോൺവെർസേഷൻ അവിടെ മസ്റ്റ് ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാപ്ഷൻ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും കൊടുത്തിട്ടില്ല. കോൺവെർസേഷൻ വിത്ത് ഡിവൈൻ. ഐ ക്യാൻ ലിറ്ററലി ഫീൽ ദാറ്റ് നിങ്ങൾ ഡിവൈൻ വെൽക്കം ചെയ്യാണ് നിങ്ങളുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളടുത്തൊന്ന് ഇരുന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ഡിവൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഈവൻ നിങ്ങളൊരു നിരീശ്വരവാദിയോ ആയിക്കോട്ടെ, നിങ്ങൾ ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ മെസ്സപ്പ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടും വില്ലിങ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. അഗെയിൻ ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് 2 കപ്സ് കാണാൻ സാധിക്കും. ഓക്കെ, 1 പേഴ്സൺ ഇവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, ആൻഡ് അഗെയിൻ സീ ദിസ്, ഈ ഒരു കാര്യമായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ആരെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹമായിട്ടോ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് വേണം. ആൻഡ് മറ്റൊരാളും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ചില ഓവർ തിങ്കിങ്, നിങ്ങളുടെ ഡൗട്ട്സ്, ഫിയർ, നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആവാൻ പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ ആക്ഷൻ വേണം. ബിക്കോസ് നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഓക്കെ, സോ ചില ആളുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല.
ഈ ഒരു സമയത്ത് ഒരു മ്യൂച്വൽ സിറ്റുവേഷൻ ആണ് നിങ്ങൾ അലൈൻഡ് ആയിട്ട് വരുന്നത്. സോ അവിടെ നിങ്ങൾക്ക് മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് യൂണിവേഴ്സ് നിങ്ങൾ രണ്ടുപേരും ഒരു പ്ലേസിൽ കൊണ്ടിരുത്തി സംസാരിക്കുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. വാ ഇവിടെ വന്നിരിക്കേ, എൻ്റെ കൂടെ വന്ന് സംസാരിക്കേ എന്ന് പറയുന്നത് പോലെ. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്ന സമയത്തും സ്റ്റിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി വരാനോ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ പേടി കൊണ്ടായിരിക്കാം, ആങ്സൈറ്റി, ഫിയർ, ഓവർ തിങ്കിങ്, ഈഗോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ ഈവൻ നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് തൊടാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ ഒരു പവർ നിങ്ങളടുത്ത് പറയുന്നത് ഓക്കെ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ക്ലൂ തരാം, എനിക്ക് കുറച്ചുകൂടെ ഹിൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം എന്നുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നുള്ളതല്ല, അവിടെ ചില കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലൈൻഡ് ആവുന്നത്. അവിടെ നിങ്ങളുടെ ആഗ്രഹത്തിനെക്കാട്ടും ബെറ്റർ ആയിട്ടാണ് ചില കാര്യങ്ങൾ പ്ലാൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വെരി സ്ട്രോങ് മെസ്സേജ് ഫോർ യു. സോ എവിടേക്കാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ആക്ഷൻ വേണം, നിങ്ങളായിട്ട് ഇമാജിൻ ചെയ്ത് ചില പ്ലേസിൽ നിങ്ങളുടെ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. അൺടിൽ അൺലെസ് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ശരിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിറകോട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതിലേക്കും ഇറങ്ങി വരാൻ പറ്റാത്തതെങ്കിൽ, അത് വ്യക്തികളെന്ന് മാത്രം എന്നുള്ളതല്ല, റിലേഷൻഷിപ്പ് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഈഗോ കാരണോ നിങ്ങളുടെ പേടി, ആങ്സൈറ്റി, നിങ്ങൾ സ്വയം ഡൗട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കാത്തത്. റൈറ്റ്, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല അത് അങ്ങനെയാണെന്നുള്ളത്, നിങ്ങളുടെ തന്നെ ഉള്ളിൽ വരുന്ന ചിന്തകളാണത്. റൈറ്റ്, സോ ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരാം, അത് പോയി എടുക്കുക. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഓക്കെ റിലേറ്റ് ചെയ്യാം. ബിക്കോസ് കോൺവെർസേഷൻ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, അവർക്ക് കോൺവെർസേഷൻ വേണം. ഓക്കെ, സംസാരം വേണം. അവിടെ നിങ്ങൾ ആരായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സമാധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഡിവൈൻ ആയിട്ട് സംസാരിക്കുന്നത് അതുപോലെ ഫേസ് ടു ഫേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള പ്ലേസിൽ ഫേസ് ടു ഫേസ് നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു വസ്തു ആണെന്നുണ്ടെങ്കിൽ പോലും മേ ബി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതായിരിക്കാം. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിനോട് വേണ്ട രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എന്താണ് അതിനോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് വാങ്ങിക്കണം. സോ യു ഹാവ് ടു ടോക്ക് ടു ദ ഹോം ഫസ്റ്റ്, അല്ലേ? ആ വീടിനോട് നിങ്ങൾ സംസാരിക്കുക എങ്ങനത്തെ ഒരു കാര്യമാണ്, എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനത്തെ വീടാണ് വേണ്ടത്, അവിടെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, അല്ലെ? നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവണം ഫസ്റ്റ്. നിങ്ങളത് പുറത്ത് പോയിട്ട് ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാട്ടും ആദ്യം, റൈറ്റ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, നിങ്ങളുടെ ഒരു പാഷനോട് സംസാരിക്കണം, അല്ലേ? റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫുമായിട്ട്. ഓക്കെ, സോ അവിടെ ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിതൗട്ട് കോൺവെർസേഷൻ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സംസാരിക്കൂ, കമ്മ്യൂണിക്കേറ്റ്. ഇത് സംസാരിക്കുക എന്നുള്ളതല്ല, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, ഐ ഫീൽ ലൈക്ക് ഞാൻ യൂണിവേഴ്സിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയാണ്. ഓക്കെ, സോ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും ഒരു പവർ എൻ്റെ കൂടെ ഞാൻ ഇരുന്ന് ഇതുപോലെ എക്സാക്ട്ലി ഇതുപോലുള്ള ഒരു പ്ലേസിൽ പോയി ഇരുന്ന് ഒരു കപ്പ് ഓഫ് ടീ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് സംസാരിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില കാത്തിരിപ്പ് ഉണ്ടാവുന്നുണ്ട്, കാത്തിരിപ്പല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ പെർഫെക്റ്റ് ടൈം ഫോർ യു. ഓക്കെ, സോ ഡിവൈൻ ടൈം, ഇതാണ് സംസാരിക്കേണ്ട ടൈം, ഇതാണ് ആക്ഷൻ എടുക്കേണ്ട ടൈം. ബിക്കോസ് നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേർക്കും വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്
പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഇത്ര സമയമായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഇമ്പോസിബിലിറ്റീസ് ആയിരിക്കാം കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റ് എന്താണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അതിനോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി രണ്ടും ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, രണ്ടുപേരും ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. നമ്മളൊരു പ്രശ്നത്തിലേക്ക് നോക്കുന്ന സമയത്താണ് നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതുവരെ നമുക്കത് വളരെ വിയോർഡായിട്ട് തോന്നും. ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ ലൈഫിൽ, നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത് വരെ അവരെന്തോ ആണെന്ന് നമ്മൾ വിചാരിക്കും, റൈറ്റ്? അവരുടെ അടുത്ത് സംസാരിച്ച് വരുന്ന സമയത്തായിരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം ഓഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവാം, റൈറ്റ്? അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലവ് എൻഹാൻസ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പാൻഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ ആക്ഷൻ എക്സ്പാൻഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഗ്രോത്ത് കാണാൻ സാധിക്കുക. ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു രണ്ട് ആളുകളുടെ ഒരു എഫേർട്ട് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തുമായിട്ടാണോ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെയും കൂടെ ഒരു കോർഡിനേഷൻ നമുക്ക് ഉണ്ടാവുന്ന സമയത്താണ് എന്താണോ നമ്മൾ അതൊന്ന് വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? ജസ്റ്റ് ഇമാജിൻ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് കൈകൾ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? സോ മേ ബി ലൈക്ക് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാഷനായിട്ടായിരിക്കാം, നിങ്ങൾ അത്രയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് ചെയ്യുന്നത് മേ ബി നിങ്ങളൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ഫെയിമിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ? സോ അവിടെ നിങ്ങളും നിങ്ങളുടെ ആ ഒരു പാഷനും കൂടെ ഒരുമിച്ച് അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്താണ് ഇതുപോലെ അതിന് വളരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക, ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്ന സമയത്ത്. സെയിം ലൈക്ക് ദാറ്റ്, ഈവൻ അത് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും രണ്ടുപേരുടെയും ആ ഒരു എഫേർട്ട് വരുന്ന സമയത്താണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബാക്കി ക്വാളിറ്റീസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാം, റൈറ്റ്? സോ ചില കാര്യങ്ങൾ ഇതുപോലെ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടുപേരുടെ എഫേർട്സ് എന്നും ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നും അണ്ടർസ്റ്റാൻഡിംഗ് എന്നും പരസ്പരം ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് വഴി ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തോ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്തോ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ലൈക്ക് ദിസ്. ഓക്കെ, സോ അതിന് അവിടെ ക്ഷമ ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, റൈറ്റ്? റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ലൈക്ക് ദിസ്. എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ? എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? ഇറ്റ്സ് ലൈക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പോലെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ചില കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ എസ്പെഷ്യലി നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന ഫീൽഡിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിലും വേണമെന്നുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യാം, ഇറങ്ങി ഓടാം, ബട്ട് നിങ്ങൾക്ക് അതിലേക്ക് വരാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണ് ട്രൈ ചെയ്യുന്നത്, അവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, അവിടെ വേറെ ആളുകൾ ഇൻവോൾവ് ആയിരിക്കാം മേ ബി. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫയർ ഉണ്ടാവുന്നുണ്ട്, ആൻഡ് യു റിയലി ഡിസേർവ്. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് വരാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം, നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, ബട്ട് ട്രസ്റ്റ് ഇറ്റ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക. എന്താണ് നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ആ ഒരു ഫയർ എനർജിയാണ് നിങ്ങൾ കൂടുതൽ കാണിക്കേണ്ടത്. ദ സ്ട്രെങ്ത്. ഓക്കെ, ദ സ്ട്രെങ്ത്. സോ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മിസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ സ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊരു കാര്യം കൂടെ ഇൻവോൾവ് ആവേണ്ടതായിട്ടുണ്ട്, മെൽറ്റ് ആവേണ്ടതായിട്ടുണ്ട്, ടച്ച് ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, സോ ടച്ച്, പ്രസൻസ്, ചില കാര്യങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ട്രോങ് ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു ടീം വർക്ക് ആണ്. സോ നിങ്ങൾക്ക് അത്രയും ഒരു സ്ട്രോങ് ഒരു ഡിവൈൻ പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് എന്ത് അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്, അവിടെ ഡിവൈൻ ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറൈവ് ആയിട്ടുണ്ട് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ, ഓർ അറൈവ് ആവാൻ പോവാണ്. സോ യു നീഡ് ടു ബി വെരി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓൾറൈറ്റ്,
സോ ചില കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ, നിങ്ങളുടെ ഇന്റൻഷൻ, നിങ്ങളുടെ പ്ലാൻസ്, ചില കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് അതായിരിക്കാം നിങ്ങളുടെ ഒരു ഈഗോ എന്ന് പറയുന്നത്. അതായിരിക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഡിവൈൻലി സംഭവിക്കേണ്ടതായിട്ടുള്ളത്, അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കണം. ആൻഡ് റിലീസ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, നിങ്ങളുടെ ഇമാജിനേഷൻ ആയിരിക്കാം. അൺടിൽ അൺലെസ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിയൽ ആയിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങളായിട്ട് ചിന്തിച്ച് ഓക്കെ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിറകോട്ട് നിൽക്കുകയോ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നിൽക്കുകയോ എന്ന് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക, കാര്യങ്ങൾ സറണ്ടർ ചെയ്യാം, കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നി ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾ ഹെൽപ്ലെസ് ആണ്. നോ, ബിക്കോസ് ദിസ് ഈസ് എ ഡിവൈൻ ടൈം. ലെറ്റ് മീ ടേക്ക് ഫ്യൂ മോർ മെസ്സേജ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ജെന്യുവൻലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് അത്രയും റെഡ് ഫ്ലാഗ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചിലതൊന്ന് പിറകോട്ട് വരാം. ഓർ നിങ്ങൾക്കറിയാം എവിടെയാണ് നിങ്ങളുടെ ഒരു ശ്രമം വേണ്ടത്. ഓക്കെ, സോ എന്തിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ഗൈസ്. അതായിരിക്കും പ്രോബബ്ലി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ ഒരു പ്രസൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താണോ നിങ്ങൾ അതിലേക്ക് ലീഡ് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യുന്നത്, നിങ്ങളത് മസ്റ്റായിട്ട് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അവെയർ ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് എന്താണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവിടെ ചിലത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ നിങ്ങൾ അഗെയിൻ ഈ ഒരു സമയത്തൊരു ചില കാര്യത്തിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം, ചില ആളുകളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഓർ നിങ്ങളുടെ ലൈഫിൻ്റെ ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു പാർട്ട്ണർ കൂടെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ഇഫ് യു തിങ്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവരൊക്കെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, അവരൊറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യട്ടെ, ഞാനത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യട്ടെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഇനീഷ്യേറ്റ് ചെയ്യട്ടെ, ഞാൻ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതായിരിക്കാം പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ബിക്കോസ് ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താൻ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡെഫിനറ്റ്ലി വേണം. ആക്ഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, പരസ്പരം ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പരസ്പരം റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദി സൺ. സോ നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ ഡെസ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ദ കോളിംഗ്, ബിക്കോസ് ഇത് ഡിവൈൻ ടൈം ആണ്. ഓക്കെ, ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ യു ഗൈസ്. റൈറ്റ്, ആരോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, അത് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണോ നിങ്ങൾ പ്രോബബ്ലി ഈ ഒരു സമയത്ത് ബ്ലോക്ക് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, ദ എംപറർ. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അനുവദിക്കുക, നിങ്ങളെ സ്നേഹിക്കാൻ അനുവദിക്കുക, ചില കാര്യങ്ങളെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകളുമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഫേസ് ടു ഫേസ്. ഐ ഡോണ്ട് നോ, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, അങ്ങനെയല്ല. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ പോലും പ്ലാൻ ചെയ്യാതെ ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, ദാറ്റ് ഈസ് എ ഡിവൈൻ ടൈം, ദാറ്റ്സ് എ പെർഫെക്റ്റ് ടൈം. ഓക്കെ, ആ ഒരു ടൈം നിങ്ങൾ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു സമയത്ത് ഡിവൈൻ കൂടെ ഇൻവോൾവ് ആണ്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മീൻസ് നിങ്ങളുടെ ഈഗോ എന്ന് വരുന്ന ഇഷ്ടങ്ങൾ എന്നുള്ളതല്ല, ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ബട്ട് അത് സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ ആയിക്കൊള്ളണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. അതായിരിക്കാം പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങൾക്ക് പേടി ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ലൈഫ് എന്താണ് ഓഫർ ചെയ്യുന്നത്
അവിടെ നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, നല്ല രീതിയിൽ സന്തോഷമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുക. ബിക്കോസ് അതിൽ നിങ്ങൾ അങ്ങനെ അത് അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരിക്കാം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ആൻഡ് അഗെയിൻ അത് ഒരുപാട് ഡിലേ എടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് ദിസ് ഇസ് എ ഡിവൈൻ ടൈം. ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ ചില മാറ്റങ്ങളിലൂടെ നിങ്ങൾ വരേണ്ടത്. ഓക്കെ, പ്രോബബ്ലി ഇൻ ദ മന്ത് ഓഫ് ജാൻ. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് എത്ര ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയും. ഓക്കെ, ബിക്കോസ് ഇതിലെ ചില കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് എ മെസ്സേജ് ഫോർ മീ. ഓക്കെ, സോ നിങ്ങൾ പറയൂ ഇത് നിങ്ങൾക്ക് ഇതെനിക്ക് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഓർ നിങ്ങൾക്ക് തോന്നുകയാണോ ഇത് എനിക്ക് ഒട്ടും റെസിനേറ്റ് ആവുന്ന ഒരു കാര്യമല്ല. വാട്ട് എവർ, ജസ്റ്റ് ടെൽ ഇറ്റ്. ഓക്കെ, ലെറ്റ് മീ നോ ഇഫ് യു ക്യാൻ റിലേറ്റ് ദിസ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് ഇറ്റ്.